भैया जी, हेलो भैया जी, मेरा जूस എടുക്കട്ടോ भैया जी, तमिलनाडु से आता है, अच्छा है, ये हेल्थ के लिए बहुत अच्छा है. എന്റെ പൊന്നണിയാ വേണ്ട. ഇപ്പൊ എനിക്കൊന്നും തിന്നാനും കുടിച്ചാലും ഇറങ്ങൂല. സെയിൽ കുറവാണ്, അതുകൊണ്ടാ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് കുടിക്കണോ? എനിക്ക് വേണ്ടെന്ന് പറയില്ല. എൻ്റെ അകത്തോട്ട് ഇപ്പോൾ ഒന്നും ചെല്ലൂല. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. എന്താ പോലെ നീ എന്തോ നഷ്ടപ്പെട്ടാണ് കേൾക്കുന്നത്. ഭയ്യ 3 ജ്യൂസ് എടു. അതെ, എനിക്ക് നിങ്ങളുടെ ജ്യൂസ് ഒന്നും വേണ്ട. അളിയാ ഒരു ജ്യൂസ് കൂടി പൈസ ഞാൻ കൊടുത്തോളാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അളിയാ അതാ ഇത് കണ്ട, അതാ ഇവനൊരു സ്വർണ്ണമാല മേടിക്കാൻ പോയതാണ്. ഞങ്ങളുടെ പാർട്ടിയിലുണ്ടല്ലോ എല്ലാവർക്കും സ്വർണ്ണമാല മസ്റ്റാണ്. അത് ഞങ്ങളുടെ പാർട്ടിയുടെ നയമാണ്. അളിയ ഞാൻ നിനക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയട്ടെ. ആ പാർട്ടി ഓഫീസ് കൊടുക്കുന്നു സാറേ. പാർട്ടിയിൽ നിന്ന് മാറി എന്ന് പറഞ്ഞിട്ട് പാർട്ടിയുടെ കഴുക്കോലൂരാണെന്ന് നോക്കണ്ട കേട്ടാ. എടേ ഞാൻ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞേ. എടേ ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് പറയാം. അവസാനം ഈ പാർട്ടി ഓഫീസിന്റെ കഴുക്കൂലൂരി വിൽക്കേണ്ട അവസ്ഥ നിനക്ക് വരരുത്. എടാ എവിടെന്നോ കുറച്ച് പൈസ വന്നു എന്ന് പറഞ്ഞിട്ട് ഇനി പാർട്ടിയെ കുറിച്ച് നീയൊക്കെ എന്തായാലും പറഞ്ഞു ഓടിച്ചതിന്റെ കരണം ഞാൻ വിളിക്കും കേട്ടാ. എടേ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. എനിക്കൊരു നല്ല കാലം വന്നപ്പോൾ നിന്നെ കൂട്ടിയില്ല എന്ന് നാളെ നീ പരാതി പറയരുത് കേട്ടോ. ഓ നല്ല കാലം വന്നെങ്കിൽ നിങ്ങളങ്ങ് അനുഭവിച്ചോ കേട്ടാ. ഭയ്യ ജ്യൂസ് ക്യാൻസൽ. ഒരു 500 രൂപ അവന് കൊടുത്തേക്കും. അപ്പം അളിയാ പോട്ടോ. ചെല്ല് ചെല്ല്. ഓക്കെ കാണാം. കാണണം. മിസ്റ്റർ ക്ലീറ്റസ്, ഞാൻ പ്രധാനമന്ത്രി ആയാൽ എന്റെ പി ആവുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ലല്ലോ. നാത്തൂനെ നാത്തൂനെ നീ ഇങ്ങോട്ട് വന്നേ. വാ, ആരാ വന്നേക്കുന്ന നോക്ക്. എന്താ ക്ലീറ്റോ ഇത്? ക്ലീറ്റോ നീ ഫോൺ ചെയ്യുമ്പോ എടുത്താലെന്താ വഴക്കിട്ടും? നിന്നോട് വഴക്കിട്ടിട്ട് പോയൊന്നുമല്ല, അവൻ്റെ പാർട്ടിക്കാരവനെ ഒറ്റപ്പെടുത്തിയതിന് വിഷമമാണ്. എന്നാലും അവന്മാരെങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ലേ. ഇടാ ഒരു പരിധിക്കപ്പുറം ആരെയും അടുപ്പിക്കരുത്. ആരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലം അത്. ഇവിടെ ഒരു എപ്പോഴും ഒരു ഇത് അകലം സൂക്ഷിക്കണം നമ്മൾ, അല്ലെങ്കിൽ ഭയങ്കര സങ്കടമാവും വെറുതെ ആവശ്യമില്ലാതെ. ക്ലീറ്റോ പാർട്ടിയിൽ എല്ലാരും പൊക്കോട്ടെ, ഇനി ആരും ഇല്ലെങ്കിൽ ഞാൻ ചേരാൻ നിങ്ങളുടെ പാർട്ടിയിൽ മതിയോ? നീ അങ്ങനെ ഒന്നും വിഷമിക്കല്ലേ. നീ ഇപ്പോൾ അതിനെന്ത്, നിന്റെ പാർട്ടിക്ക് സ്ട്രെങ്ത് കൂടെ നമ്മളൊക്കെ ഉണ്ട്. തങ്കം ചേർന്നു, ഇപ്പം ജമന്തി ഉണ്ട്, ഞാനുണ്ട്, അമ്മയുണ്ട്, അമ്മാവനുണ്ട്. ഇനി ഒന്നും വേണ്ട, നമുക്ക് ഫാസലിനെയും അവൻ്റെ ഉമ്മയും അവൻ്റെ ഭാര്യയൊക്കെ ഉണ്ടല്ലോ, അവരെ കൂടെ ചേർക്കാൻ നമുക്ക്. 10 പേരായിട്ട് ഇപ്പൊ തന്നെ. അത് പോരെ എനിക്ക് ധൈര്യമായിട്ട്. നീ അങ്ങനെ വിഷമിക്കല്ലേ. ഇനി ഒന്നും വേണം, ഒരു കാര്യം ചെയ്യണേ നമുക്ക്. ഈ അവിടെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ഈ ബില്ല് അടയ്ക്കാൻ വരുന്നുണ്ട്, ക്യാഷ് അടയ്ക്കാൻ വരുന്നുണ്ട്, അവരോട് ചേർക്കാൻ നമുക്ക് ഈ പാർട്ടിയിൽ ചേരുമല്ലോ. അതൊന്നും കുഴപ്പമില്ലേ. അതൊന്നും വേണ്ട, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ, അത് മതി. അതിനിപ്പോ സംശയം എന്താണ്? എടാ നിനക്കൊരു ആവശ്യം കാര്യം പറഞ്ഞ് നമ്മള് വഴക്കൊക്കെ കൊടുക്കില്ലല്ലേ. അതിനകത്ത് അപ്പൊ ഈ തമ്മിത്തല്ലൊക്കെ വെറുതെ ആണല്ലേ, സ്നേഹമുണ്ട്. അത് നിനക്ക് ഇതുവരെ അറിഞ്ഞില്ലായിരുന്നു. ഒരു ആവശ്യം വന്ന് ഞാൻ കൂടെ ഇല്ലേ, എന്റെ അളിയനല്ലേ അവൻ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഭവം ഉണ്ടാവണം. ഇപ്പൊ അളിയൻ വിഷമിക്കരുത്. അളിയന്റെ പാർട്ടിയിൽ ആളില്ല, ആള് കുറവാണെന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നേരത്തെ 3 പേരിലുണ്ടായിരുന്നു ചേർത്ത്. ഇപ്പൊ നമുക്ക് അളിയനുണ്ട്, തങ്കമുണ്ട്, ജമന്തി ഉണ്ട്, അമ്മയുണ്ട്, അമ്മാവനുണ്ട്, ഫാസിലുണ്ട്, ഫാസിലിന്റെ ഉമ്മയുണ്ട്, ഫാസിലിന്റെ ഭാര്യയുണ്ട്, ഞാനുണ്ട്. ഇത്രയും പേര് പോരെ? Alien versus Alien.